അങ്ങനെ നമ്മുടെ ഓണം റിലീസുകളാണ് വരാൻ പോണത്. നമ്മൾ ഒരുപാട് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഞാനടക്കമുള്ള ആൾക്കാർ കാത്തിരിക്കുന്നത് ഈ ഫെസ്റ്റിവൽ റിലീസുകൾ, സമ്മർ, ഓണം, ക്രിസ്മസ് ഒക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കുന്നൊരു ടൈമാണിത്. അപ്പോൾ ആ സമയത്ത് വരുന്ന സിനിമകൾക്ക് നമ്മളൊരു പ്രത്യേക ഒരു പ്രതീക്ഷ, ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. അങ്ങനെ കഴിഞ്ഞ ഓണം നമുക്കറിയാം കൊത്ത, ബോസാൻഗോ, ആർ ഡി എക്സ് നല്ല ഒന്നാം തരം ഓണക്കപ്പം കൊണ്ടാണ് പോയത്. ഏകദേശം 80 കോടിയോളം കളക്ഷൻ കിട്ടി, ഗംഭീര വിജയമായി ആർ ഡി എക്സ് ആയിട്ടുള്ള പടമുണ്ട്. അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നത്. പ്രതീക്ഷയോടെ വന്ന കിങ് ഓഫ് കൊത്ത പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയി. അപ്പോൾ ഇത്തവണത്തെ ഓണം വരണത് എല്ലാവരും പ്രതീക്ഷയോടെ കൂടി നോക്കുന്ന ഒരു സിനിമയുണ്ട്, അജയൻ്റെ രണ്ടാം മോഷണം, ARM. അത് ഈ ഓണത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൻ്റണി ഒറീസ് പെപ്പെ, പുള്ളിയുടെ കൊണ്ടൽ വരുന്നുണ്ട്. കൊണ്ടൽ നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അവരുടെ സോഫിയ പോൾ, അവരുടെ പടം തന്നെയാണ്. അവർ ബ്രാൻഡാണ്, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് അവർ. അവരുടെ സിനിമകളൊക്കെ നല്ല ക്വാളിറ്റി സിനിമകൾ തന്നെയാണ് അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സിൻ്റെ ട്രെയിലർ ഇന്നലെ ഇറങ്ങി, ഇന്നലെ വൈകിട്ട് വന്നു. കൊണ്ടലിൻ്റെ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ARMൻ്റെ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോൾ ട്രെയിലേഴ്സ് കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ സിനിമകളുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ARMൻ്റെ ട്രെയിലർ കാണാം. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിൽ, മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് അതിലൊരു ചരിത്രപടം സെറ്റപ്പാണത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഇത് മാത്രമല്ല. നാട് പറ്റി കട്ടുമുറിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ട് 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ 7 പേര് കൊള്ളിട്ടാലും പോലില്ല, ഇങ്ങോട്ട് നിൽക്കണം. ഓൻ ഈ ടൊവിനോ തോമസ്, മണിയൻ അജയൻ കുന്നിക്കേട്. സ്വർണത്തിനേക്കാളും മൂല്യണ്ടായി നിന്നെ പോലെ. എന്റെ ആകാശവും മണ്ണെല്ലാം ശ്വസിക്കുന്ന വായുവിന് വരെ അയാളെ പിടികിട്ടൂല. ഇന്ന് കളവിന്റെ രാത്രിയാ, കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. മറ്റൊന്നാൾ ഓർക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളനാണ്. രാജാവിന്റെ ചതുരന്റെ പറയുക ബുദ്ധിയില്ലാതെ കുറെ ചാവേറാണ്. ഞാൻ കളിക്കുന്ന ഈ കളിയില് ഒരു ചാവേറാണ് നീ. ആദ്യരാത്രി ഒടിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് എന്റെ ചോരന്റെ കുളകൊണ്ടാണ്. ഒരു നാടിനെ ജയിച്ച കള്ളനാണ് നിന്റെ അച്ചാച്ചൻ. ടൊവിനോ നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും, അതുറപ്പാ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ജീവിതക്കാവില്. ARM, വേൾഡ് വൈഡ് റിലീസ് ഓണം 2024. ഒരു ചരിത്രപടം സെറ്റപ്പ് പോലെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അത്യാവശ്യം പ്രതീക്ഷയ്ക്കുള്ളൊരു ഭാഗ്യം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പടത്തിൻ്റെ ട്രെയിലർ, കൊണ്ടൻ. ഇനി കൊണ്ടൻ്റെ ട്രെയിലർ കാണാം. ഫ്രം ദി പ്രൊഡ്യൂസർ ഓഫ് മിന്നൽ മുരളി, സോഫിയ പോൾ. കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ചെറുക്കന് കള്ളും കുടിച്ച് കല്ലടം നിറങ്ങി നടക്കുക. ഇത് നമ്മുടെ പെപ്പേമ്മന്റെ സ്ഥിരം സാധനം കേട്ടോ. കേരള സാധ്യതയുണ്ട്. അത്യാവശ്യം വയലൻസും ഉണ്ട്.
ഈ പെണ്ണെ എവിടെ കണ്ടിട്ടുണ്ടോ? ഇത് മറ്റേ തണ്ണീർമത്തനിലെ ടീച്ചറല്ലേ തോന്നുന്നു. എനിക്ക് അതുപോലെ തോന്നുന്നുണ്ടോ? കൊണ്ടത് ഓണം 2024 നൈസായുണ്ട്. എനിക്കിഷ്ടമായി ഈ ട്രെയിലർ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണിത്. എറമ്മിൻ്റെയും കൊണ്ടലിനും ട്രെയിലർ, 2 ട്രെയിലറും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇത് പെപ്പയുടെ സ്ഥിരം പരിപാടിയാണ്, മറ്റേ ഫൈറ്റ് പരിപാടിയൊക്കെ. അത് രസമുണ്ട്. പുള്ളിയുടെ ഒരു കംഫർട്ട് സോണാണിത്. ഒമർ ലുലുവിൻ്റെ പടത്തിൻ്റെ ട്രെയിലർ ബാഡ് ബോയ്സ്. നമുക്കിനി അതിൻ്റെ ട്രെയിലർ കാണാം. ബാഡ് ബോയ്സ് ഇവിടുത്തെ ഒരു പഴയ ക്ലബ്ബാണ്. ആൻഡപ്പൻ, ചില്ലപ്പൻ, ചക്കര, അലോ ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. പിന്നെ ബാഡ് ആണെന്ന് വെച്ചാൽ ഗുഡാണ്. അവരെ തലയടിച്ച് പൊളിക്കാൻ്റെ കേട്ടോ. ഓ റഹ്മാൻ, എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ, ചേച്ചി. ആൻഡപ്പനാണ് ഈ ബാഡ് ബോയ്സ് ടീമിന്റെ കൂട്ടായോ. ആൻഡപ്പൻ, മേക്കാട്ടുകുളം ആൻഡപ്പൻ. സദ്യക്ക് പപ്പടം മുളമാതല്ലേ ഒരുത്തിനെ വെട്ടി ജയിലിൽ പോയിരുത്ത അലോകം. ഡിസ്കോ ഡിസ്കോ ഇവര് കേട്ടോ. ദിസ് ഓണം നമ്മുടെ മറണ്ണന്റെ പഴയ പരിപാടി കേട്ടാ, പഴയ പരിപാടി. ക്ലിക്കാളൊരു ചെറിയൊരു സാധ്യത ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ബാഡ് ബോയ്സ്. ഒമർ ലുലു ഈസ് ബാക്ക്. സൈഡിലേക്ക് കാണിച്ചാട്ടോ, ഞാൻ പറഞ്ഞല്ല. ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ നമുക്ക് തന്നെയാണ് ഇട്ടാന്നാണ് നമ്മുടെ ബാഡ് ബോയ്സിന്റെ ട്രെയിലറിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓണം ബമ്പർ ആര് കൊണ്ടുപോകും നമുക്ക് നോക്കാം. ബാഡ് ബോയ്സിന്റെ ട്രെയിലർ എനിക്ക് ഇഷ്ടമായിട്ടാ, നൈസ് ട്രെയിലർ. അപ്പോൾ ഓണം റിലീസ് കളറാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും പടം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടാ. അപ്പം 3 കൺഫേം ആണ്. ആ മൂന്നെണ്ണത്തിൻ്റെ ട്രെയിലറും എത്തി. ARM കൊണ്ടൽ ബാഡ് ബോയ്സ്. അപ്പോൾ ARM സെപ്റ്റംബർ 12 റിലീസ്. കൊണ്ടലിൻ്റെയും ബാഡ് ബോയ്സിൻ്റെയും പറഞ്ഞിട്ടില്ല ഓണം റിലീസാണെന്ന് വെച്ചാണ്. ഏതെങ്കിലും ഒരു പടം 12-ാം തീയതി ARMൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ട്രെയിലേഴ്സ് നന്നായിട്ടുണ്ട്. ARM അത്യാവശ്യം ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്. 70 കോടി അത്ര കൂടി ബഡ്ജറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല, ആ സമയത്ത് ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള 1-2 കൊല്ലം മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. 70 കോടി ഉണ്ടോയെന്ന് അറിയില്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് പൊട്ടിച്ചിട്ടുള്ള പടമാണ് ARM. പിന്നെ നമ്മുടെ കൊണ്ടലും അതിൻ്റെ ട്രെയിലർ കണ്ട് അത്യാവശ്യം അതും കുറച്ച് ബഡ്ജറ്റുള്ള പടം തോന്നുന്നു. ബാഡ് ബോയ്സ് അധികം ബഡ്ജറ്റ് ഉണ്ടാവില്ല, ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഓണം കളറാവട്ടെ. നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള സിനിമാ പ്രേമികൾക്ക് ഫെസ്റ്റിവൽ റിലീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ഏതെങ്കിലും ഒരു സിനിമയാണ് വിന്നർ ആവാറ്. വളരെ അപൂർവം ചില വർഷങ്ങൾ മാത്രമാണ് 2 സിനിമകൾക്കൊക്കെ ഗംഭീര റിവ്യൂസ് വരാറുള്ളത്. സാധാരണ ഒറ്റ സിനിമയ്ക്കാണ് ഗംഭീര റിവ്യൂ വരാറ്. ചില സീസണിൽ അതും കിട്ടി വരില്ല. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഓണം RDXനായിരുന്നു. ഈ ഓണം ആർക്കാവുന്ന കണ്ടറിയാം. എന്തായാലും 3 പടങ്ങളുടെ ട്രെയിലേഴ്സും എനിക്കിഷ്ടമായി. അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ചുകൂടി വൈബായിട്ട് ഫീൽ ചെയ്യണത് ബാഡ് ബോയ്സ് ആണ്. പക്ഷെ അത് നോക്കണ്ട, തിയേറ്ററിൽ ഒരു മിങ്ങിയിരിക്കുന്ന അറിയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ 3 ടൈപ്പ് സിനിമകളാണ് ഇപ്പം നമ്മൾ കണ്ട 3 ട്രെയിലറുകൾ. കൊണ്ടല്, ARM, ബാഡ് ബോയ്സ് 3 ടൈപ്പ് സിനിമകളാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം മലയാള സിനിമയ്ക്ക് നല്ലൊരു കളറാവട്ടെ. നിലവിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു
ആശ്വാസമാവട്ടെ നമ്മുടെ ഈ ഓണം റിലീസ്. മലയാള സിനിമ കാണാൻ ആൾക്കാർ തിയേറ്ററിൽ നിറഞ്ഞു വരട്ടെ. ഈ ഓണത്തിന് എല്ലാവരും ഫാമിലി ആയിട്ട് നല്ല സിനിമകൾ കാണാനായിട്ട് തിയേറ്ററിലെത്തട്ടെ. ഓണം കളറാവട്ടെ. ഓക്കെ, ബൈ.